ഗോത്ര കലാരൂപമായ പളിയ നൃത്തം അവതരിപ്പിക്കാനായി അവരെത്തി. കോട്ടയത്തെ കൊമ്പുകുത്തി എന്ന മലയോര ഗ്രാമത്തിൽ നിന്നാണ് ഇവരുടെ വരവ്. ഒപ്പം ഗ്രാമത്തിൽ നിന്നുള്ള 44 പേരുമുണ്ട്. വർഷത്തെ ചരിത്രമുള്ള സ്കൂൾ ഗവൺമെന്റ് ട്രൈബൽ HS കൊമ്പുകുത്തി. പക്ഷേ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്ക് ഇതുവരെ അവിടെ നിന്നാരും എത്തിയിട്ടില്ല. ഒടുവിൽ ഈ വർഷം അവർ തലസ്ഥാനത്തേക്ക് വണ്ടി കയറി. കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ഉൾപ്പെടെ 44 പേർ പളിയ നൃത്തമെന്ന ഒറ്റ കലാരൂപം അവതരിപ്പിക്കാൻ വാദ്യോപകരണങ്ങളായ മുളംചെണ്ട, നഗാര, നഗാരി, കൈച്ചിലങ്ക, മഴമൂളി എന്നിവയുമായി. ഞങ്ങളുടെ സ്കൂള് കോട്ടയം ജില്ലയിലെ ഏക ട്രൈബൽ ഹൈസ്കൂളാണ്. തികച്ചും ഒറ്റപ്പെട്ട ഒരു വനമേഖലയിലാണ് ഞങ്ങളുടെ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. ഉൾവനത്തിൽ നിന്ന് പുറത്തു വന്ന അവർ തലസ്ഥാനം കണ്ടതിന്റെയും മത്സരത്തിൽ പങ്കെടുത്തതിന്റെയും സന്തോഷത്തിലാണ്. ശരിക്കും ഇവിടെ എത്താൻ പറ്റും ഞങ്ങൾ വിചാരിച്ചതല്ല. ഞങ്ങൾ സത്യം പറഞ്ഞ സ്റ്റേറ്റ് കണ്ടിട്ടില്ല. ഞങ്ങളുടെ സ്കൂളിലെ എല്ലാവരെയും ഒത്തിരി കഷ്ടപ്പെടും. കാരണം ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാവരും, ഞങ്ങളുടെ പേരൻസ് ആണെങ്കിലും ഒത്തിരി കഷ്ടപ്പെട്ടു ഇതിന് വേണ്ടിയിട്ട്. ഒടുവിൽ ഫലം വന്നപ്പോൾ A ഗ്രേഡ് സന്തോഷം. ഇത് കുട്ടികളുടെ കഷ്ടപ്പാടാണ്. കാരണം തൊഴിലാളികളുടെ മക്കളല്ലാത്ത ഒരു കുട്ടി പോലും ഞങ്ങളുടെ സ്കൂളിലില്ല എന്നുള്ളതാണ്. അങ്ങനെ അതായത് പൈസയ്ക്ക് വേണ്ടി PTA-ക്കാരും 5 രൂപ തന്ന അമ്മമാർ വരെയുണ്ട് ഞങ്ങൾക്ക്. ഇവരുടെ വിജയം നാടിൻ്റെ കൂടി വിജയമാണ്, ഒരു കലയുടെയും. മറ്റൊന്നും അവകാശപ്പെടാനില്ലാതെ അനുഭവസമ്പത്ത് മാത്രം കൈമുതലാക്കിയ ജനതയുടെ. പളിയ നൃത്തവുമായി തലസ്ഥാനത്തെത്തിയ കുട്ടികളും ഹാപ്പി. ബിനു ഈശ്വരമംഗലത്തൊപ്പം വിവിന വിതുര, അമൃത ന്യൂസ്, തിരുവനന്തപുരം.